ഈ ടൈപ്പ് ഫോട്ടോഗ്രാഫി എടുക്കുക നമ്മൾ പറയുന്ന നല്ല പാൻ ഫോട്ടോഗ്രാഫി. ഈ പാൻ ഫോട്ടോഗ്രാഫി നമുക്ക് ഭയങ്കര രസമായിരിക്കും, പവർഫുൾ ആക്കാൻ, നമുക്ക് എടുത്ത പടങ്ങൾ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ പടങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷട്ടർ സ്പീഡ് ഒരു 125 സെറ്റ് ചെയ്യുക, ഒരു മീഡിയം ലൈറ്റിൽ, ഒത്തിരി ഓവർ ലൈറ്റ് അല്ല, മീഡിയം ലൈറ്റിൽ 125 അപ്പർച്ചർ സെറ്റ് ചെയ്യുക, ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുക, മാക്സിമം അപ്പർച്ചർ തുറന്നിടുക, 2.8 ലെൻസ് ആണെങ്കിൽ 2.8 ഇടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള പടങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്ന. നല്ലൊരു പാൻ ശരിക്കും ഒരു ബ്ലറാക്കി ഇതാണ് നമുക്കൊരു നല്ല ബ്ലർ എഫക്റ്റ് കിട്ടുന്ന പടമാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആൾ ഷാർപ്പായിരിക്കും, അല്ലെങ്കിൽ ആ ഇമേജ് ഷാർപ്പായിരിക്കും. കുറേ പടങ്ങളൊക്കെ ട്രൈ ചെയ്യണം, നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ പോലും ഭയങ്കര രസമായി പടം കാണാനായിട്ട്. അതിന് ആ എടുക്കുന്ന പടത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ക്യാമറ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇച്ചിരി മെനക്കെട്ടാൽ മതി. ഒരു ട്രൈപോഡ് ഉണ്ടെങ്കിൽ സൗകര്യം, ജസ്റ്റ് ടിൽറ്റ് ചെയ്തിട്ട് നല്ല പടങ്ങൾ കിട്ടും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഓർക്കുക, 125 ഷട്ടർ സ്പീഡ്, 2.8 ആണെങ്കിൽ 2.8, F4 ആണ് 4, ഏതാണ് ഡയഫ്രം ഇടുക, ISO ഓട്ടോയിൽ ഇട്ടേക്കുക. എന്നിട്ട് ഒന്നുകിൽ ഫോക്കസ് മാനുവൽ ഇടാം. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കറക്റ്റ് ആ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ മാനുവൽ ഫോക്കസ് ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോ ഫോക്കസ് ഇടാം. ഓട്ടോ ഫോക്കസ് ഇടുമ്പോൾ ചില ലാഗ് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ഫോക്കസ് ആയി വരാൻ താമസം, അപ്പം അത് പാസ് ചെയ്ത് പോകും. അപ്പോൾ മാനുവൽ ഫോക്കസ് ഇടുക, കറക്റ്റ് ഫോക്കസ് ലെങ്ത് കറക്റ്റാക്കി വെക്കുക. അങ്ങനെ നിങ്ങൾ എടുത്ത് നോക്കുക. അപ്പോൾ നല്ല അടിപൊളി പടങ്ങൾ കിട്ടും. ഇവിടെ ഈ ശാസ്ത്രോടി തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല പടങ്ങൾ ഇടുന്ന കൂടെ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.